ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ എന്ന പഠന പരമ്പരയുടെ 16ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ. ഈ പഠന പരമ്പരയുടെ 16ാമത്തെ അധ്യായത്തിൽ നാം നിൽക്കുമ്പോൾ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അനേകം ആൾക്കാർ, ഭൂമുഖത്തുള്ള ഭൂരിപക്ഷം ജനങ്ങളും അവിശ്വാസത്തിലേക്ക്, ദൈവനിഷേധത്തിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. ഉള്ള കാരണങ്ങൾ പലതും നാം നിരത്തി. അവസാനമായി നമ്മൾ ചിന്തിക്കാൻ ആരംഭിച്ചത്, ഇപ്രകാരമുള്ള മനുഷ്യർ ദൈവത്തെ വിശ്വസിക്കുന്നതിന് തടസ്സമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ ഭൂമുഖത്ത് കണ്ടുവരുന്ന കഷ്ടതകളും ദുഃഖങ്ങളും വേദനകളും അപകടങ്ങളും ദുഷ്ടതകളിലേക്കാണ്. ഈ വിഷയത്തിൻ്റെ 1ാമത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ 2ാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഈ വിഷയങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഭൂമുഖത്ത് അനേകം ആൾക്കാർ ദൈവമില്ല, അവർ പറയുന്നത് ദൈവത്തിന് ഇത് തടയാൻ സാധിക്കില്ലേ. അപ്പോൾ ഇത് പണ്ടുള്ള ഒരു ഗ്രീക്ക് തത്വചിന്തകളിലൂടെ ആവിർഭവിച്ച ഒരു സിദ്ധാന്തമുണ്ട്. അദ്ദേഹം കൊണ്ടുവന്ന സിദ്ധാന്തം ഇതാണ്: ദൈവത്തിന് ഈ കഷ്ടതകളും ദുഃഖങ്ങളും ദുഷ്ടതകളും വേദനകളും നീക്കം ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല എങ്കിൽ ദൈവം സർവശക്തനല്ല. അല്ലെങ്കിൽ ദൈവത്തിനെതിരെ തടസ്സപ്പെടുത്തുവാൻ ദുഷ്ടതയും അന്യായത്തെയും തിന്മകളും അവസാനിപ്പിക്കുന്നതിന് കഴിയും, പക്ഷെ ദൈവം ചെയ്യില്ല. അതിൻ്റെ അർത്ഥം ദൈവം നല്ലവനല്ല. അപ്പോൾ ദൈവത്തിന് ശക്തിയുമുണ്ട്, മനസ്സുമുണ്ട്, പക്ഷെ ഇത് മാറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അപ്പോൾ അത് വല്ലാത്തൊരു തെറ്റിദ്ധാരണ ലോകത്തിൽ പരന്നു കിടപ്പുണ്ട്. മലയിടിച്ചിലുകളും സുനാമികളും ജലപ്രളയവും അപകടങ്ങളും യുദ്ധങ്ങളും യുദ്ധക്കെടുതികളും എല്ലാം നിറഞ്ഞ ലോകത്ത്, ഇതെല്ലാം നിറഞ്ഞു കിടക്കുന്ന ലോകത്തിൽ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനുഷ്യർ പറയുന്നു ദൈവമില്ല. ദൈവം സ്നേഹവും കരുണയും നന്മയും ശുദ്ധിയും ഒക്കെ ഉള്ള ദൈവമാണെങ്കിൽ, മനസ്സലിവുള്ള ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ നശിക്കപ്പെട്ടു? ഈ യുദ്ധക്കെടുതികളാൽ കുഞ്ഞുങ്ങൾ അപ്പത്തിന് വേണ്ടി വിശന്ന് അലയുന്നു. എന്തുകൊണ്ട് അവിടെ അപകടം സംഭവിച്ചു? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ കഴിയുമെന്ന് പറയുന്നത് തന്നെ ധിക്കാരപരമായ സാഹസമാണ്. ഒരു മനുഷ്യനും അറിയാൻ കഴിയില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ വഴികൾ വളരെ അപ്രമേയവും അഗോചരവുമാണ്. ദൈവം എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കണം. ഇത് ശപിക്കപ്പെട്ട ഭൂമിയിലുള്ള ഈ സാഹചര്യം എന്തുകൊണ്ട് സംഭവിച്ചു? അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിന്മ, ദുഷ്ടത എന്ന വാക്ക് തന്നെ ഉദ്ദേശിക്കുന്നത്, പറയുന്നത് എന്താണ്? നീതിയുടെ സാർവലൗകികമായ ഒരു സംവിധാനം, മാനദണ്ഡമുണ്ട് എന്നല്ലേ? തെറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എവിടെയോ ഒരു ശരി ലംഘിക്കപ്പെട്ടു എന്നല്ലേ? അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി കഴിഞ്ഞ പാഠത്തിൽ കണ്ടു. അതിലേക്ക് വീണ്ടും നമുക്ക് പോകാൻ സാധിക്കില്ല. അപ്പം തെറ്റ് ചൂണ്ടിക്കാട്ടുന്നത് ഒരു ശരിയുണ്ട് എന്നുള്ളതാണ്. അപ്പം തിന്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നന്മ മറുവശത്തുണ്ട്. ആ നന്മയുടെ ലംഘനമാണ് തിന്മയായി മാറിയത്. ഇപ്പം നാം കണ്ടത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സ്വാതന്ത്ര്യം, തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ബുദ്ധിയോടുകൂടി, യുക്തിയോടുകൂടി, ന്യായത്തോടുകൂടി. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ മുമ്പിൽ എല്ലാ മൃഗങ്ങളെയും നിരത്തിയിട്ട് അവർക്ക് ഈ മനുഷ്യൻ ഇട്ടതാണ് പേരായത്. ആ മൃഗത്തെ കാണുമ്പോൾ മനസ്സിലാക്കാൻ, ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യനാണത്. ആ തരത്തിലുള്ള കഴിവോടുകൂടിയാണ് സ്നേഹവാനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇപ്രകാരം മനുഷ്യനെ സൃഷ്ടിക്കാൻ കാരണം. ദൈവത്തിന് അല്ലെങ്കിൽ വേറെ തരത്തിൽ സൃഷ്ടിക്കാം, പാവയാക്കാം മനുഷ്യനെ. ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ എത്ര മനോഹരമായ നിറങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ പ്രകൃതി. എന്തുകൊണ്ട് ഒരേ നിറത്തിൽ പ്രകൃതിയെ ദൈവം നിർമ്മിച്ചില്ല? നാം മനുഷ്യനെ ആസ്വദിക്കാനാണ്. ദൈവം സ്നേഹമാണ്. ദൈവം മനുഷ്യനെ വെറൊരു പാവയാക്കി നിർത്തിയിരിക്കില്ല. ചിന്താശക്തിയില്ലാത്ത, ഇച്ഛാശക്തിയില്ലാത്ത, തിരഞ്ഞെടുക്കാൻ കഴിവില്ലാത്ത, ദൈവം വരച്ച വരയിലൂടെ മാത്രം പോകുന്നതിന് വേണ്ടി നിയമിക്കപ്പെട്ട ഒരു പാവയെപ്പോലെ, ഒരു മോട്ടോർ കൊണ്ട്, ഒരു യന്ത്രം കൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു പാവയെപ്പോലെ അല്ല ദൈവം മനുഷ്യനെ നിർമ്മിച്ചത്, സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. ദൈവം സ്നേഹമാണ്. ആ സ്നേഹവാനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശവും അധികാരവും കൊടുത്തു. ആ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അതിന് വേണ്ടതായ നിർദ്ദേശങ്ങളും പരിജ്ഞാനവും അറിവും കൊടുത്തിട്ടാണ് അവനോട് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. തെറ്റ് തിരഞ്ഞെടുത്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്വം ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവനോട് തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടത്. അപ്പം തിരഞ്ഞെടുപ്പ് എവിടെയുണ്ടോ തീർച്ചയായിട്ടും നമുക്കറിയാം തെറ്റായ തിരഞ്ഞെടുപ്പുണ്ടാകും. തിരഞ്ഞെടുപ്പ് എവിടെയുണ്ടോ, സംവിധാനമുണ്ടോ, അവിടെ തെറ്റ് തിരഞ്ഞെടുക്കപ്പെടാം സാധ്യതയുണ്ട്. പക്ഷെ പാപിയായ മനുഷ്യൻ
തീർച്ചയായിട്ടും ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യന് അവരുടെ തെരഞ്ഞെടുപ്പും ഭൂരിപക്ഷവും തെറ്റിലേക്ക് തന്നെയാണ്. അവന് കൊടുത്ത സ്വാതന്ത്ര്യം അവൻ ആദ്യം ദുരുപയോഗിച്ചത് തന്നെ തെറ്റിന് വേണ്ടിയാണ്, ദൈവ കൽപ്പനയ്ക്ക് വിരോധമായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും തെറ്റായ തിരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വേദനയും കഷ്ടതയും നഷ്ടവും പ്രയാസമൊക്കെ ഉത്ഭവിക്കും. തെറ്റിൽ നിന്ന് നഷ്ടമുണ്ടാകും. തെറ്റ് തിരഞ്ഞെടുത്താലും ശ്രദ്ധിക്കുക, തെറ്റ് തിരഞ്ഞെടുത്താലും ശരി തിരഞ്ഞെടുത്താലും നല്ലതാണ് ഫലമെങ്കിൽ, ഒരേ ഫലമാണെങ്കിൽ മനുഷ്യരെങ്ങനെ തെറ്റ് ശരിയും പഠിക്കും? തോറ്റാലും അനുഗ്രഹം കിട്ടും, ജയിച്ചാലും അനുഗ്രഹം കിട്ടും. അപ്പോൾ തോൽക്കുന്ന കുട്ടികൾ എന്ത് വിചാരിക്കും? എന്തിനാ വെറുതെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്? തോറ്റാലും അനുഗ്രഹം കിട്ടും, ജയിച്ചാലും അനുഗ്രഹം കിട്ടും. രണ്ടും ഒരേ സമ്മാനമാണ്. രണ്ടും ഒരേ സമ്മാനമാണെങ്കിൽ എന്തിനാ പിന്നെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്? ഇപ്പൊ തിന്മയ്ക്ക് ഒരേ ഫലമല്ല, നന്മയ്ക്കുള്ള ഫലവും ഒന്നല്ല. രണ്ടാണ്. ഇപ്പോൾ ദൈവം മനുഷ്യന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ആ തിരഞ്ഞെടുപ്പ് അവകാശമുള്ള സ്വാതന്ത്ര്യമുള്ള മനുഷ്യൻ തെറ്റായ വഴികൾ തിരഞ്ഞെടുത്താൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അവൻ അനുഭവിക്കുക തന്നെ വേണം. ഈ പശ്ചാത്തലത്തിലാണ് ലോകത്തിലെ കഷ്ടതകളും വേദനകളും ദുഃഖങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും നാം നോക്കിക്കാണേണ്ടത്. ഒന്നാമത്, ഇത് 8 മാർഗങ്ങളിലൂടെ നമുക്കിത് കാണാൻ പറ്റും. ഒന്നാമത്, കഷ്ടതകൾ നമ്മുടെ തന്നെ വ്യക്തിപരമായ തെറ്റായ തീരുമാനത്തിൻ്റെ ഫലമാകാം. ഞാനെടുത്ത തെറ്റായ തീരുമാനം, ആ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് ഞാൻ അതിൻ്റെ കഷ്ടത, വേദന, നഷ്ടം അനുഭവിക്കുകയാണ്. അത് നമ്മൾ മദ്യപിക്കാം, പുകവലിക്കാം, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൃത്യവിലോപം നടത്താം. അങ്ങനെ ചെയ്താൽ വ്യക്തിപരമായി എൻ്റെ തെറ്റായ നടപടിയുടെ ഫലമായി ഞാൻ അതിൻ്റെ കഷ്ടത അനുഭവിക്കും. രണ്ടാമത്, മറ്റുള്ളവർ അവർക്ക് ലഭിക്കുന്ന ഈ സ്വാതന്ത്ര്യം, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർ തെറ്റായി വിനിയോഗിച്ചതിൻ്റെ ഫലമായി ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തി കഷ്ടത അനുഭവിക്കുന്നു. ഉദാഹരണം നമ്മൾ കണ്ടു. മദ്യപിച്ച് വാഹനം ഓടിച്ച ലോറി ഡ്രൈവർ എതിരെ വന്ന തെറ്റായ വഴിയിലൂടെ പ്രവേശിക്കുകയും എതിരെ വന്ന മറ്റൊരു വാഹനത്തെ ഇടിച്ച വാഹനത്തിലുണ്ടായിരുന്ന കുടുംബം മരിക്കുകയും ചെയ്തു. ഈ വാഹനം ഓടിച്ച ലോറി ഓടിച്ച മനുഷ്യൻ മദ്യപിച്ചു, അവരുടെ തീരുമാനത്തിൽ തെറ്റുപറ്റി, തെറ്റായ വഴിയിലൂടെ പ്രവേശിച്ചു, മറ്റൊരു വാഹനത്തെ ഇടിച്ചു തെറിപ്പിച്ചു, ആ കുടുംബം മരിച്ചുപോയി. അപ്പോൾ ആ കുടുംബത്തിൽ നേരിട്ട ദുരന്തത്തിൻ്റെ കാരണം മറ്റൊരു വ്യക്തി അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ മനുഷ്യനുണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ചതിൻ്റെ ഫലമായി മറ്റൊരു കുടുംബം നശിച്ചു, അവർ കഷ്ടത അനുഭവിച്ചു. പ്രപഞ്ചത്തിലുടനീളം നമുക്ക് ഈ അവസ്ഥയും കാണാം. മറ്റൊരാൾ ചെയ്ത ദുരന്തം, തിന്മയുടെ ഫലമായി വേറൊരാൾ കഷ്ടത അനുഭവിക്കും. ചിലപ്പോൾ മൂന്നാമതായിട്ട് കഷ്ടത നമ്മുടെ മുൻകാല തലമുറകൾ എടുത്ത തെറ്റായ തീരുമാനത്തിൻ്റെ ഫലമാണ്. കഴിഞ്ഞ തലമുറകളിൽ നമ്മുടെ രാജ്യത്തിലെ നേതാക്കന്മാർ എടുത്ത തെറ്റായ തീരുമാനമാകാം. യുദ്ധസാമഗ്രികൾ വാങ്ങിക്കിട്ടുവാനായിട്ട് സമ്പത്ത് വഴി ഉപയോഗിച്ച് വേണ്ട ആഹാരത്തിനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചില്ല, രാജ്യം മുഴുവൻ പട്ടിണിയിലായി. അതേപോലെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തത്തിൻ്റെ പേരിൽ ഒരു ചെറിയ പൊട്ടിത്തെറിയുണ്ടായി, അതിനുശേഷം അനേക തലമുറകൾ അതിൻ്റെ കഷ്ടം അനുഭവിക്കേണ്ടി വന്നു. ഇപ്പോൾ കഴിഞ്ഞ കാല തലമുറകളിൽ നേതൃത്വം എടുത്ത അല്ലെങ്കിൽ ജനങ്ങളെടുത്ത തെറ്റായ തീരുമാനം പിന്നിൽ വരുന്ന തലമുറകൾ സ്വീകരിക്കുന്നു. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിൽ നിന്ന് ദൈവം വ്യക്തമായി സംസാരിച്ചു. പിതാക്കന്മാരുടെ പാപം, വിഗ്രഹാരാധന എന്ന ദൈവം വെറുക്കുന്ന പകയ്ക്കുന്ന പാപം, അതിൻ്റെ ഭവിഷ്യത്ത് നീണ്ടു നിൽക്കുകയാണ്. ഭവിഷ്യത്ത് അവരുടെ പാപത്തിൻ്റെ കുറ്റമല്ല, ഭവിഷ്യത്ത് നീണ്ടു നിൽക്കുന്നു. ദേശം ശപിക്കപ്പെടുന്നു. ദൈവം പകയ്ക്കുന്ന വെറുക്കുന്ന വിഗ്രഹാരാധന. ഭൂമുഖത്തുള്ള മിക്ക രാജ്യങ്ങളും ആ ഭവിഷ്യത്ത് നേരിടുകയാണ്. വിഗ്രഹാരാധന എവിടെയെല്ലാം കൊടികുത്തി വാഴുന്നുവോ ആ രാജ്യങ്ങളെല്ലാം അപ്രകാരമുള്ള ഭവിഷ്യത്തുകളുണ്ട്. അത് വ്യക്തമായി നമ്മൾ കണ്ടു. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഏദൻ തോട്ടം. ഏദൻ തോട്ടം ദൈവം ആദാമിനെ ഹവ്വയെ വയ്ക്കുമ്പോൾ അനുഗ്രഹീതമായ തോട്ടം, ദൈവം അവരെ വെച്ച ഏറ്റവും തികവുള്ളൊരു സ്ഥലം, നല്ല സ്ഥലം, പരിതസ്ഥിതി, നല്ലൊരു പരിതസ്ഥിതി. അവിടെ അവർക്ക് രോഗങ്ങളില്ല, അവർക്ക് യാതൊരുവിധ രോഗങ്ങളുമില്ല. അവരുടെ പ്രകൃതിയിൽ തന്നെ കീടങ്ങളില്ല, അണുക്കളില്ല, അണുബാധയില്ല, വിഷമില്ല, വിഷജന്തുക്കളില്ല. അവയൊന്നും മനുഷ്യനെ ആക്രമിക്കുന്നില്ല. എല്ലാ മൃഗങ്ങളും ഇഴജന്തുക്കളും എല്ലാം ഉണ്ട്, അവയൊന്നും മനുഷ്യനെ ആക്രമിക്കുന്നില്ല. കീടങ്ങളില്ല, കീടങ്ങളെ നീക്കം ചെയ്യേണ്ട ജോലി അവർക്കില്ല. ഇവിടെ എല്ലാം സമർത്ഥമായ അനുഗ്രഹീതമൊരു അന്തരീക്ഷം. പക്ഷെ അവർ ദൈവത്തെ എപ്പോൾ ധിക്കരിക്കാൻ ആരംഭിച്ചോ, ദൈവത്തിന് വിരോധമായി തീരുമാനമെടുക്കാൻ തീരുമാനിച്ചതിൻ്റെ അനന്തരഫലമായി അവിടെ ഇതെല്ലാം വന്നു. ഭൂമി ശപിക്കപ്പെട്ടു, മനുഷ്യർക്ക് രോഗങ്ങൾ ആരംഭിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ
969 വയസ്സ് വരെ ജീവിച്ച മനുഷ്യരുണ്ടായിരുന്നു. 1000 വർഷത്തിന് വെറും 31 വർഷത്തിന്റെ കുറവ്. അതിന്റെ അർത്ഥം എന്താണ്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മരിക്കുവാൻ വേണ്ടിയല്ല സൃഷ്ടിച്ചത്. ദൈവത്തോടൊപ്പം നിത്യമായ ആ കൂട്ടായ്മയിൽ വസിക്കാൻ, തേജസ്സോടുകൂടി വസിക്കാനാണ് സൃഷ്ടിച്ചത്. ഇത് നഷ്ടപ്പെട്ടത് പാപത്തിന്റെ അനന്തരഫലമായിട്ടാണ്. പാപനിമിത്തം മരണം കടന്നു വന്നു. സൃഷ്ടി മുഴുവൻ ദ്രവത്വത്തിലായി, സൃഷ്ടി മുഴുവൻ ഒരു അടിമത്വത്തിലായി, ഞരങ്ങുകയാണ് പ്രകൃതി മുഴുവൻ. ഇങ്ങനെയല്ല പ്രകൃതി വാസ്തവത്തിൽ ആദ്യം ഉണ്ടായിരുന്നത്. ഇന്ന് കാണുന്ന പ്രകൃതിയല്ല, ഇന്ന് കാണുന്ന മനോഹാരിതയല്ല. ഇത് വെറും ശപിക്കപ്പെട്ട ഭൂമിയിലെ ഭംഗിയാണ്. ശരിയായ ഭംഗി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇന്ന് ദ്രവിക്കുവാൻ വേണ്ടി കാത്തുകിടക്കുകയാണ് ഭൂമി. ദൈവമക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി, വിടുതലിന് വേണ്ടി കാത്തുകിടക്കുന്ന, അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കെഞ്ചുകയാണ്, കേഴുകയാണ്. ഒരു വിധത്തിൽ അവ മനുഷ്യനെ ശപിക്കുകയാണ്. മനുഷ്യ നിമിത്തമാണ് ഈ അവസ്ഥ ഉണ്ടായത്. റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 20 മുതൽ താഴെയുള്ള വാക്യം നമ്മൾ വായിച്ചു കേട്ടു. ദൈവം അങ്ങനെ വെച്ചിരിക്കുകയാണ്, ദൈവം അങ്ങനെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല നമുക്കറിയാം, വളരെയധികം കഷ്ടതകൾ, ദുഃഖങ്ങൾ, ദുരന്തങ്ങൾ, വേദനകൾ അനുഭവിക്കേണ്ടി വരുന്നു ഈ അന്തരീക്ഷ അവസ്ഥകൾ നിമിത്തം. ഈ നമ്മുടെ ഭൂമിയിലെ അന്തരീക്ഷ അവസ്ഥകളിൽ വരുന്ന മാറ്റങ്ങൾ നിമിത്തം കൊടുങ്കാറ്റടിക്കുന്നു, ചുഴലിക്കാറ്റടിക്കുന്നു, ജലപ്രളയം ഉണ്ടാകുന്നു, ഭൂമി കുലുങ്ങുന്നു, ഉരുൾപൊട്ടലുണ്ടാകുന്നു, ഇങ്ങനെ പലതരത്തിലുള്ള ഭൂമുഖത്തുള്ള പലതരത്തിലുള്ളതായ പ്രകൃതി ക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. അത് വളരെ വല്ലാത്തൊരവസ്ഥയാണ്. ഈ ഭൂമുഖത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്? ഇപ്രകാരമുള്ള മാരകമായ, വ്യത്യസ്തമായ ഭൂമിശാസ്ത്രപരമായ സംഭവങ്ങൾ ഉണ്ടാകാൻ കാരണം എന്താണ്? ഇത് കാണുന്ന പല മലകളും ഇവിടെ നിന്ന് ഉത്ഭവിച്ചു, താഴ്വരകളും മരുഭൂമികളും വ്യത്യസ്തമായ പ്രദേശങ്ങളും എങ്ങനെ ഉത്ഭവിച്ചു? ശരിക്കും അതിനെക്കുറിച്ച് സത്യസന്ധമായി ചിന്തിക്കുകയാണെങ്കിൽ ഭൂമുഖത്തുണ്ടായ ജലപ്രളയത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. ജലപ്രളയത്തിന് മുമ്പ് ഭൂമി എന്തായിരുന്നു? ഒരു കര, വെള്ളമെല്ലാം ഒരിടത്ത്. മനുഷ്യന്റെ പാപനിമിത്തം ദൈവം ഭൂമിയെ ശപിക്കുമ്പോൾ, ഭൂമുഖത്ത് നിന്ന് മനുഷ്യരെ തുടച്ചു മാറ്റാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ ശിക്ഷ ഭൂമി നേരിടുകയാണ്. ആഴിയുടെ ഉറവുകൾ പൊട്ടിച്ച് കീറി, കൊടുമ്പുഴക്കത്തോടെ ആഴികൾ പൊട്ടിക്കയറി. അന്നുണ്ടായിരുന്ന പല വലിയ മലകൾ, ആദ്യം ഉണ്ടായിരുന്ന മലകളെല്ലാം താഴേക്ക് പോയി. പുതിയ മലകൾ, പൊട്ടിത്തെറിയുടെ ഫലമായി പുതിയ മലകൾ ഉത്ഭവിച്ചു. വെള്ളം പല സ്ഥലത്തായി ശേഖരിക്കപ്പെട്ടു. പ്രധാനമായി ഭൂമി വിണ്ട് കീറി. ഭൂപടത്തെ ഒന്ന് നോക്കിയാൽ മതി, വിണ്ട് കീറി കിടക്കുകയാണ്. ഒരിക്കലും ഒറ്റക്കരയായി ചേർന്ന് നിന്ന്, ഒറ്റ സമൂഹമായി ഒരുമിച്ച് നിന്ന മനുഷ്യ സമൂഹം ഇന്ന് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളായി, സംസ്കാരങ്ങളായി, ഭാഷകളായി, ജാതികളായി. ഭൂമിയുടെ മുഖം തന്നെ വിണ്ട് കീറി. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? മനുഷ്യന്റെ പാപം. മനുഷ്യന്റെ പാപഫലമായി ഈ ശിക്ഷാവിധി ഉണ്ടായിരുന്നില്ല എങ്കിൽ ഭൂമിയുടെ മുഖത്ത് ഇങ്ങനെ ഉണ്ടാകില്ല. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും അഗ്നിപർവ്വതങ്ങളും ഈ ഉരുൾപൊട്ടലുകളും ഒന്നും ഉണ്ടാകില്ല. ഇതൊന്നും ഉണ്ടാകുന്ന വിധത്തിലല്ല ദൈവഭൂമിയെ ക്രമീകരിച്ചത്. മനുഷ്യന്റെ പാപനിമിത്തം കൊണ്ടുവന്ന അവസ്ഥകളാണ്. ഇന്നും ഈ നാളുകളിൽ നമുക്കറിയാം, ഉരുൾപൊട്ടലുകൾ ഫലമായി എത്രയോ ജീവിതങ്ങളാണ് തകരുന്നത്. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചിലർ ദൈവത്തെ അറിയാത്ത മനുഷ്യർ ദൈവം ഉണ്ടെങ്കിൽ സംഭവിക്കും. ദൈവം ഉണ്ട് എന്നുള്ള തെളിവ് തന്നെയാണ് ഇതെല്ലാം വാസ്തവത്തിൽ. ഇതെല്ലാം നമ്മൾ കാണിച്ചിരുന്നത് എന്താണ്? ഈ തീവ്രമായിട്ടുള്ള ദുരന്തങ്ങൾ ഇങ്ങനെ ലോകത്ത് നടക്കുമ്പോൾ മനുഷ്യന്റെ പാപത്തിന്റെ അനന്തരഫലതയെ ഓർമ്മിപ്പിക്കുകയാണ്, മനുഷ്യരെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് യേശു പറഞ്ഞു, ആ ഗോപുരം വീണ് 18 പേര് മരിച്ചത് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ചക്രവർത്തി അനേക ദൈവമക്കളെ വെട്ടിക്കൊന്ന് രക്തത്തോട് അവരുടെ രക്തം യാഗപീഠത്തിൽ കലർത്തി. അത് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകും. നാലാമതായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഈ ഭൂമിയിൽ ഒരു നിയമമുണ്ട്, പ്രകൃതി നിയമമുണ്ട്. ആ പ്രകൃതി നിയമം ദൈവം വെച്ചിരിക്കുന്ന നിയമമാണ്. അത് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു കെട്ടിടം മറിഞ്ഞു വീഴുമ്പോൾ താഴേക്ക് വീഴുന്നത്. ചിലപ്പോൾ ചില മനുഷ്യരുടെ പുറത്തേക്ക് വീഴുന്നുണ്ട്. ഈ പ്രകൃതി നിയമം, ഗുരുത്വാകർഷണ നിയമം പോലെയുള്ള പല പ്രകൃതി നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ ദൈവം പിടിച്ചു നിർത്തിയാൽ, ദൈവത്തിനെ ഒഴിവാക്കിയാൽ ഭൂമിയുടെ പ്രതലത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകും. ഭൂമിയുടെ പ്രതലത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകും. അതൊരിക്കലും അങ്ങനെ ദൈവം അനുവദിക്കില്ല. ദൈവം ഭൂമി ഒരു പ്രത്യേക നിയമത്തിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആ നിയമത്തിൽ ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ആകസ്മികമായി സംഭവിച്ചതല്ല. ഭൂമിയുടെ നടത്തിപ്പിന് അത് ആവശ്യമാണ്. അത് ഭൂമിയുടെ നടത്തിപ്പിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ നിയമങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ നിയമങ്ങൾക്ക് മേലെയാണ് ദൈവം എന്നുള്ളത് കർത്താവ് യേശു ഭൂമിയിൽ വന്നപ്പോൾ കാണിച്ചു തന്നു.
വെള്ളത്തിൻ്റെ മീതെ നടന്നു, മരിച്ച ലോകത്തിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നു, കുരുടന്മാർ കാഴ്ച കൊടുത്തു. അങ്ങനെ പല ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെല്ലാം താൻ ഈ പ്രകൃതിക്ക് ഉപരിയാണ് എന്ന് കാണിച്ചു തരാനുള്ളതായി. ഇപ്പം പ്രകൃതി നിയമങ്ങൾ അത് ലംഘിക്കപ്പെടുമ്പോൾ അതിൻ്റെതായ ദുഃഖങ്ങളുണ്ടാകും, ദുരന്തങ്ങളുണ്ടാകും. ഇപ്പോൾ ഒരു പുഴയിൽ നിന്ന് ആവശ്യധികം മണൽ വാരിക്കഴിഞ്ഞാൽ അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകും ആ പ്രദേശത്തുള്ളവർക്ക്. ഒരു മല ഇടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്രദേശത്ത് സന്തുലിത അവസ്ഥയ്ക്ക് മാറ്റം വരും. അപ്പം ഈ നിയമങ്ങളൊക്കെ മനുഷ്യന് വേണ്ടി വെച്ചിരിക്കുന്ന അത് ലംഘിക്കപ്പെടുമ്പോൾ തീർച്ചയായും ബുദ്ധിമുട്ടുകളുണ്ടാകും. അഞ്ചാമതായി ഈ കഷ്ടതകളും ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും ഒക്കെ അതിലും ഒരു അനുഗ്രഹമുണ്ട്. ഉദാഹരണം, നമുക്ക് വേദന എന്ത് എന്നറിയാൻ പറ്റില്ല എങ്കിൽ, മനുഷ്യരീതിയിൽ വേദന എന്ത് എന്നുള്ളത് ഇല്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ രാത്രി നടന്നു പോകുന്ന സമയത്ത് ഒരു പാറയിൽ നിങ്ങളുടെ കാല് തട്ടി അവിടെ മുറിവേറ്റു, ആ മുറിവിൽ നിന്ന് രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് വേദനയുമില്ല, നിങ്ങൾക്ക് അറിയാനും സാധിക്കില്ല. നിങ്ങൾ വീട്ടിലെത്തില്ല നടന്ന്, അതിനിപ്പോൾ കുഴഞ്ഞു വീണ് രക്തം മുഴുവൻ ശരീരത്ത് വാർന്നുപോയി, തളർന്ന് ക്ഷീണിച്ച് വഴിയിൽ വീണ് മരിക്കും. നിർമ്മിച്ച ആ പാറയിൽ കല്ല് തട്ടിയ ഉടനെ തന്നെ വേദന അനുഭവിച്ചതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ വന്ന് കുനിഞ്ഞു നിന്ന് ആ രക്തം പോകുന്ന കണ്ട് ഉടൻ തന്നെ എന്തെങ്കിലും തുണി കീറി കെട്ടിവെക്കുകയും അടുത്ത ആശുപത്രിയിൽ പോവുകയും ചെയ്യും. നിങ്ങളുടെ വസ്ത്രത്തിൽ തീ പിടിച്ചെന്ന് വിചാരിക്കുക, പക്ഷെ നിങ്ങൾ അറിയുന്നില്ല. ദേഹം വെന്തു പോകുന്നത്, പൊള്ളുന്നത് നിങ്ങൾ അറിയുന്നില്ല, കാരണം വേദനയില്ല. ഈ വേദന ഇല്ലെങ്കിൽ ഈ പൊള്ളിയത് എങ്ങനെ അറിയും? പക്ഷേ നിങ്ങൾ കത്തിച്ചാമ്പലാകും. ഇപ്പൊ കഷ്ടതകളുടെ പിന്നിലൊരു നന്മയുണ്ട്, ഒരു ഗുണമുണ്ട്, നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, യഥാർത്ഥമായ ചികിത്സയ്ക്ക് വേണ്ടി നമ്മെ നടത്തിക്കുകയാണ്. ആറാമതായിട്ട് ഈ കഷ്ടതകളും ദുഃഖങ്ങളും വേദനകളും തിന്മകളും എല്ലാം നമ്മുടെ ചുറ്റുമുള്ളത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളെ ചില പ്രത്യേക സ്വഭാവങ്ങളിലേക്ക് നമ്മളെ വളർത്താൻ സഹായമാണ്. ഉന്നതമായ ചില ഗുണനിലവാരത്തിലേക്ക് നമ്മുടെ സ്വഭാവം ശ്രേഷ്ഠമായ നിലയിലേക്ക് വളർന്നു വരേണ്ട സഹായമാണ്. നിങ്ങളുടെ അവസ്ഥകൾ ഉള്ളത് കൊണ്ടാണ് ക്ഷമയും ധീരതയും കരുണയും മനസ്സലിവും ഒക്കെ മനുഷ്യന് വളരുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ചിലർ വേദനിക്കുമ്പോൾ, കഷ്ടപ്പെടുമ്പോൾ, ദുഃഖത്തിൽ ദുരന്തത്തിൽ ഇടപെടുമ്പോൾ അനേകം ആൾക്കാർ മുന്നോട്ട് ഇറങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ആ ധീരത, ക്ഷമ, ദയ, കരുണ ഇതെല്ലാം ഉണ്ടാവുകയാണ്, വികസിക്കുകയാണ്. അപ്പം ഇതിൻ്റെ എല്ലാം പിന്നിൽ അങ്ങനെ ഒരു നന്മയും കൂടിയുണ്ട്. ഏഴാമതായിട്ട് ഈ അവസ്ഥകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഭൂമുഖത്ത് നടമാടുന്ന കാണുന്ന ഇങ്ങനെയുള്ള ദുരിതങ്ങളും കഷ്ടതകളും തിന്മകളും ദുഷ്ടതകളും എല്ലാം ഒരു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യൻ ഈ ഭൂമിക്ക് വേണ്ടി ജീവിക്കാനുള്ളവനല്ല. നിങ്ങളുടെ ഭവനം ഇവിടെയല്ല. നമ്മൾ ഭൂമിയല്ല നമ്മുടെ വാസസ്ഥലമായി നമ്മൾ കാണേണ്ടത്. ഭൂമിയും മണ്ണുമാണ് എല്ലാം എന്ന ചിന്ത അപകടമാണ്. അതല്ല എല്ലാം. നമ്മൾ ഇവിടെ പരദേശികളാണ്, യാത്രക്കാരാണ്. ദൈവവചനത്തിൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്ന ആ സത്യം നമുക്കൊന്ന് കേൾക്കാം. എബ്രായർ 11:13. അവിടെ പറയുന്നത് ഇവർ എല്ലാവരും, കാരണം വിശ്വാസവീരന്മാരായിട്ടുള്ള ചിലരുടെ പേരുകൾ, ചിലരുടെ ജീവിതങ്ങളെ പരാമർശിച്ചതിന് ശേഷം എന്നിട്ട് അതിൻ്റെ 13-ാം വാക്യം എബ്രായ ലേഖനം 11-ാം അധ്യായം, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റും പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പ്രതിദേശം അന്വേഷിക്കുന്നുവെന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തും എങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നു. അവർ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുണ്ട്. ഈ ഭൂമിയല്ല നമ്മുടെ ഭവനം. ഇത് നമ്മളിവിടെ യാത്രക്കാരാണ്. നമുക്ക് നിശ്ചയിക്കപ്പെട്ട ഈ സമയത്ത് ഇവിടെ ഭൂമിയിൽ നമ്മൾ ജീവിക്കണം. നമ്മൾ ഒരുക്കപ്പെടുകയാണ്, പരിശീലിപ്പിക്കപ്പെടുകയാണ്, മറ്റൊരു സ്ഥലത്ത് ജീവിക്കുവാൻ വേണ്ടി പ്രാപ്തരാക്കപ്പെടുകയാണ്. ഇതൊരു പരിശീലന സമയം മാത്രമാണ്. പത്രോസിനെ കുറിച്ച് പറയുന്നതും പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പത്രോസിൻ്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായി നിങ്ങളെ. എന്താണ് വിശേഷണം? പ്രവാസി. ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്ത് താമസിക്കുന്നത്. നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരാണ്. ഇവിടെ ഇപ്പോൾ തൽക്കാലം ഒന്ന് പ്രവാസികളായി കിടക്കുകയാണ്. പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാൻ ദുഷിക്കും തോറും എന്ന് പറഞ്ഞോടെ ഇപ്പം ഇവിടെ നമ്മൾ കുടുങ്ങിപ്പോകാൻ, നശിച്ചു പോകാനായിട്ട് ജഡത്തിൻ്റെ പല കാര്യങ്ങളാണ് ശത്രു നമ്മളിൽ ഉണർത്തി നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ സ്വർഗത്തിന് വേണ്ടിയുള്ളവരാണെന്ന് ബോധത്തിൽ ജീവിക്കണം. അപ്പോൾ അവിടെ യോബിൻ്റെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ യോബ് ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി. യോബിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ യോബിൻ്റെ വാക്ക് നമുക്കൊന്ന് കേൾക്കാം. യോബ് 3:17.
ഇവിടെ യോബ് പറഞ്ഞത്, അവിടെ ദുർജനം ഉപദ്രവിക്കാതിരിക്കുന്നു, അവിടെ ക്ഷീണിച്ചു പോയവർ വിശ്രമിക്കുന്നു. നമുക്കൊരു വിശ്രമ സ്ഥലമുണ്ട്, നമുക്കൊരു സബത്ത് അനുഭവമുണ്ട്. സ്വർഗത്തിൽ നമുക്കൊരു ഭവനം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അവിടേക്ക് പോകാനുള്ള ഒരുക്കമാണ്. അവസാനമായി, കഷ്ടതകളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നന്മയ്ക്ക് വിരോധമല്ല. ദൈവത്തിൻ്റെ നന്മ, ദൈവം നല്ലവനായ ദൈവത്തിൻ്റെ നന്മയ്ക്ക് വിരോധമല്ല കഷ്ടത. കാരണം ദൈവം വളരെ വ്യക്തമായി കാണിച്ചു തരുന്നു, കർത്താവ് യേശുവിനെ പോലെ കഷ്ടത അനുഭവിച്ച മറ്റൊരാളില്ല. കർത്താവ് യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടതകൾ, അത് നിഷ്കളങ്കനായ പാപമില്ലാത്ത കർത്താവ് അനുഭവിച്ച കഷ്ടതകൾ തുല്യമായി മറ്റൊരു കഷ്ടത ആരും ഭൂമിയിൽ അനുഭവിച്ചിട്ടില്ല. നമ്മളെല്ലാവരും പാപികളാണ്. കർത്താവ് അനുഭവിച്ച കഷ്ടത ഏറ്റവും പരമമായ, ഏറ്റവും മാരകമായ, തീവ്രമായ കഷ്ടതയായിരുന്നു. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിലെ 8-ാം വാക്യത്തിൽ എബ്രായ എഴുത്തുകാരൻ എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച്, അനുസരിക്കാനുള്ള വ്യക്തിയെന്നല്ല, നമുക്ക് മാതൃകയായി രക്ഷകനാകാനായിട്ട് താൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു. ഈ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. ഇത്രമാത്രം കഷ്ടതകൾ നേരിട്ട് വന്നിട്ടും തൻ്റെ ലക്ഷ്യത്തിൽ, തൻ്റെ ദൗത്യത്തിൽ മുറുകെ പിടിച്ചു നിന്നു. ഇതിനെക്കുറിച്ച് പത്രോസിൻ്റെ വാക്കുകളും, പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ പത്രോസിൻ്റെ വാക്കുകളും കേൾക്കേണ്ടതാണ്. 1 പത്രോസ് 2-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ ഈ കഷ്ടതയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതി, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാഴ്ചയുടെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടല്ല. ഇപ്പോൾ യേശു അനുഭവിച്ച കഷ്ടത പാപത്തിൻ്റെ ഫലമല്ല. നമ്മുടെ ചില കഷ്ടതകൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ വ്യക്തിപരമായ തെറ്റായ തീരുമാനം കൊണ്ടാണ്. പക്ഷെ ക്രിസ്തു, അവൻ പാപം ചെയ്തിട്ടില്ല. അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും, ന്യായമായി വിധിക്കുന്ന വകൽ കാര്യം പരിമേൽപ്പിക്കത്രേ ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്, അതിനാണ് ക്രിസ്തു കഷ്ടം അനുഭവിച്ചത്. അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട്, പാപത്തിൻ്റെ ശിക്ഷ ചുമന്നുകൊണ്ട് ക്രൂസിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കും. നിങ്ങൾ തെറ്റി വീഴുന്ന ആടുകളെപ്പോലെ ആയിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയവനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കും. അപ്പോൾ ഇത് വളരെ വ്യക്തമായി നമ്മൾ ഈ 8 കാരണങ്ങൾ കണ്ടു. മുന്നോട്ടുള്ള പഠനങ്ങളിൽ ചില നമ്മൾ കാണും. അപ്പോൾ വളരെ വ്യക്തമാണ്, മനുഷ്യൻ്റെ കഷ്ടതകൾ എന്ന് പറയുന്നത് ഈ നിരീശ്വരവാദികൾ പറയുന്ന പോലെ ദൈവത്തിന് ചേരാത്തതാൽ അല്ല. ദൈവം ഉണ്ടെങ്കിൽ സംഭവിക്കില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ദൈവം ഈ അവസ്ഥകളിൽ മനുഷ്യരെ ശ്രദ്ധിക്കുകയാണ്. കഷ്ടതകളിലും വേദനകളിലും സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും ദുരന്തങ്ങളിലും അകപ്പെടുന്ന മനുഷ്യരെ ദൈവം കാണാതെ പോകുന്നില്ല. ദൈവ മക്കളാണെങ്കിൽ അവരുടെ ജീവിതം ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തയോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു ദൈവസ്ഥനിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാത്തൊരു ഓർമ്മപ്പെടുത്തി, നമ്മൾ നേരത്തെ കേട്ട പിലാത്തോസിൻ്റെ രക്തം വെട്ടിക്കേറിയതും ഗോപുരം വീണതിനെക്കുറിച്ച് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഭൂമിക്ക് നൽകുന്ന ചില ഓർമ്മപ്പെടുത്തലുകളാണ്. ഇപ്പം ദൈവം നൽകി തന്ന ജ്ഞാനം നമ്മൾ ശരിയായ തരത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ കഷ്ടതകളും പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് വാസ്തവത്തിൽ നമ്മളെ കൂടുതലായിട്ട് പരിശീലിപ്പിക്കുകയാണ്, മനസ്സിലാക്കി തരികയാണ്, ഉന്നതത്തിലേക്ക് നോക്കാൻ പഠിപ്പിക്കുകയാണ്, ഭൂമിയിലേക്കല്ല ഉയരത്തിലേക്ക് നോക്കി ജീവിക്കാൻ പഠിപ്പിക്കുകയാണ്. പക്ഷെ നിരീശ്വരവാദം എന്ന് പറയുന്നത്, ദൈവനിഷേധം എന്ന് പറയുന്നവർ, അവരും ഒരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. അതിനെക്കുറിച്ച് അല്പം പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ നിരീശ്വരവാദത്തിലും ദൈവനിഷേധത്തിലുമായിരിക്കുന്നവർ പറയാറുള്ളത്, ഞങ്ങൾ ശാസ്ത്രീയമായി ചിന്തിക്കുന്നവരാണ്, ഞങ്ങൾ യുക്തിസഹജമായിട്ടാണ് ജീവിതത്തെ നോക്കിക്കാണുന്നത്. നിങ്ങൾ മതഭക്തർ എന്ന് പറഞ്ഞുകൊണ്ട് അന്ധമായ കുറേ വിശ്വാസം പിടിച്ചുകൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ, ആത്മീയരെന്ന് പറയുന്ന നിങ്ങൾ എന്ന് പറഞ്ഞാണ് അവർ ദൈവമക്കളെ കളിയാക്കുന്നത്. ഞങ്ങളാണെങ്കിൽ ശാസ്ത്രീയമായ വസ്തുതകളിൽ ആശ്രയിച്ച് യുക്തിസഹജമായിട്ട് ജീവിതത്തെ നോക്കിക്കാണുന്നവരാണ്. നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ മതഭക്തി എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസം എന്ന് പറഞ്ഞു നടക്കുകയാണ്. പക്ഷെ ആ ഒരു പ്രസ്താവന, ഈ അവിശ്വാസിയുടെ, നിരീശ്വരവാദിയുടെ, നാസ്തികന്റെ ഈ പ്രസ്താവന ശരിക്ക് വിലയിരുത്തിയാൽ അവർ ചെന്ന് വീണിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അവർ ഒരു തരത്തിൽ വിശ്വാസത്തിലാണ്, പക്ഷെ ആ വിശ്വാസം തെളിവില്ലാത്ത വിശ്വാസത്തിലാണ്, ഉറപ്പില്ലാത്ത വിശ്വാസത്തിലാണ്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആദ്യമായിട്ട്, ഈ നിരീശ്വരവാദി വിശ്വസിക്കുന്നത് ദൈവമില്ലെന്നവൻ വിശ്വസിക്കുകയാണ്. ദൈവമില്ലെന്ന് വിശ്വസിക്കണം. അവന് ന്യായമായിട്ട് ദൈവമില്ലെന്ന് പറയാനുള്ള ഒരു അവകാശവുമില്ല, യോഗ്യതയുമില്ല, അതിനുള്ള തെളിവുമില്ല. അവന് ഞാൻ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നുവെന്ന് ഒരു നിരീശ്വരവാദി, ഒരു ചാർവികൻ, ഒരു നാസ്തികനല്ല ഒരർത്ഥമാണ്. പറയുന്നുണ്ടെങ്കിൽ അവൻ ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ, അഖിലാണ്ടം മുഴുവൻ സഞ്ചരിച്ചവനായിരിക്കണം. അവരെത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥലത്ത് ദൈവം ഉണ്ടെങ്കിലോ, സമുദ്രത്തിൻ്റെ ആഴം ഉൾപ്പെടെ ഇരുട്ടിൻ്റെ ഉള്ളറകൾ വരെ, ഭൂമിയുടെ എല്ലാ തലങ്ങളിലും, അഖിലാണ്ടത്തിലും, സർവ്വയുഗങ്ങളിലും, സർവ്വയുഗങ്ങളിലും, ആകാശഗംഗകളിലും
താരാപഥങ്ങളിലുമെല്ലാം സഞ്ചരിച്ച് അന്വേഷിച്ചിട്ട് വേണം പറയാൻ ഇവിടെ ഒന്നും ദൈവമില്ല, ഇവിടെ എങ്ങും ദൈവമില്ല. അതുപോലെ സകല അറിവും നേടണം, ലോകത്ത് ലഭ്യമായ സകല അറിവുകളും നേടണം, എല്ലാ മേഖലകളെക്കുറിച്ചുള്ള അറിവും നേടണം. നേരെ മറിച്ച് അവന് അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ പിന്നെ ദൈവമില്ലെന്ന് പറയാൻ യോഗ്യതയില്ല. അപ്പോൾ ഈ അവിശ്വാസി നിരീശ്വരവാദിക്കും വിശ്വസിക്കാണ് ദൈവമില്ല എന്ന് കണ്ണടച്ച്, വിശ്വാസിക്ക് ആവശ്യമായിരിക്കുന്ന വിശ്വാസത്തെക്കാളും വലിയ വിശ്വാസം വേണം ഇങ്ങനെ അന്ധമായി വിശ്വസിക്കാൻ. വാസ്തവത്തിൽ അവരാണ് അന്ധവിശ്വാസം. രണ്ടാമത്, ഈ നിരീശ്വരവാദി വിശ്വസിക്കുന്നത് പദാർത്ഥം നിത്യമാണ്, പദാർത്ഥം നിത്യമായി നിൽക്കുന്നതാണ്. തെളിവുകളെല്ലാം അതിനെതിരാണ്. പദാർത്ഥമില്ലാതെ പോകും, പദാർത്ഥത്തിൻ്റെ ക്ഷയമുണ്ടാകും. പക്ഷെ അവർ പറയുന്ന പദാർത്ഥം നിത്യമാണ്, പദാർത്ഥത്തിൽ നിന്നാണ് എല്ലാം ഉത്ഭവിച്ചത്, പദാർത്ഥം അത് തന്നെയാണ് സൃഷ്ടാവ്. മണ്ണ്, പുഴ, വെള്ളം, പൊടി, ചെളി, ഇതാണ് സൃഷ്ടാവ്, അതിൽ നിന്നാണ് എല്ലാം രൂപപ്പെട്ടത്. അത് തന്നെ എത്ര അന്ധമാണത്, എന്ത് തെറ്റാണ്. മൂന്നാമത് അവർ വിശ്വസിക്കുന്നത് ഈ ജീവനുണ്ടാകുന്ന ജീവനിൽ നിന്നാണ്, അതേ തരത്തിലുള്ള ജീവനുണ്ടാകും. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം പറഞ്ഞു അതത് തരം ചെടികളുണ്ടാകും, അതിനുള്ള വിത്ത് ആ ചെടിയിൽ തന്നെയുണ്ട്. പട്ടിയിൽ നിന്ന് പട്ടി ഉണ്ടാകുന്നു, തേക്കിൽ നിന്ന് തേക്ക ഉണ്ടാവുകയും. അതിന് വിരോധമായിട്ടാണ് ഇവർ ചിന്തിക്കുന്നത്. അവർ പറഞ്ഞ ജീവൻ താനേ ഉത്ഭവിച്ചതാണ്, ജീവൻ താനേ ഉത്ഭവിച്ചതാണ്. മാവിൽ നിന്ന് വീണ്ടും മാങ്ങ തന്നെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ താനേ ഉത്ഭവിച്ചാണ്. മാവിൽ നിന്ന് എന്തുകൊണ്ട് ചക്ക ഉണ്ടായില്ല, പ്ലാവ് ഉണ്ടായില്ല? താനേ ഉണ്ടാകണമെങ്കിൽ അങ്ങനെ ഉണ്ടാകണ്ടേ? ഇപ്പൊ മാവിനകത്തും അടുത്ത മാവ് മരം ഉണ്ടാകാനുള്ള വിത്ത് വെച്ചപ്പോൾ അതിനെ പിന്നീട് ജ്ഞാനമുണ്ട്. നാലാമതായിട്ട് വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ക്രമവും ഭംഗിയും എല്ലാം ബുദ്ധിയില്ലാത്ത സ്ഫോടനത്തിന്റെ ഫലമാണ്. ബുദ്ധിയില്ലാത്ത യുക്തിയില്ലാത്ത സ്ഫോടനത്തിന്റെ ഫലമാണ്. ബിഗ് ബാങ്, വലിയൊരു സ്ഫോടനത്തിന്റെ ഫലമായിട്ടാണ് അന്തരീക്ഷത്തിലെ ക്രമവും സംവിധാനവും ആവിഷ്കാരവും ഭംഗിയും എല്ലാം ഉണ്ടായി. എന്തൊരു അന്ധവിശ്വാസമാണത്! ഒരിക്കലും ഉണ്ടാകില്ല. ഒരു പടക്കം പൊട്ടിത്തെറിച്ച ഉടനെ അതിൽ നിന്ന് നല്ലൊരു പൂ ഉണ്ടാകില്ല, അതിൽ നിന്ന് നല്ല ഒരു പുസ്തകം ഉണ്ടാകില്ല, മറ്റൊന്നും ഉണ്ടാകില്ല, ചിതറുകയാണ്. അവസാനമായി പറയുന്നത് സുബോധമില്ലാത്ത ഉത്ഭവിച്ചത് ബോധാവസ്ഥയിൽ നിന്നാണ്. അപ്പോൾ വിളകിൽ തിരിച്ച് ബോധാവസ്ഥ ഉണ്ടായത് സുബോധമില്ലാത്തതിൽ നിന്നാണ്. ധാർമ്മിക അവസ്ഥ ഉണ്ടായത് ധാർമ്മികമല്ലാത്തതിൽ നിന്നാണ്. അത് ഒരിക്കലും സാധിക്കില്ല. നന്മയ്ക്കൊരു ഉറവിടമില്ലാതെ നന്മ എന്നൊന്നും ഉണ്ടാകില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ വീണ്ടും ചിന്തിക്കാൻ ഇടവരും. അതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇതെല്ലാം ഈ നിരീശ്വരവാദത്തിൻ്റെ സകല വാദങ്ങളെയും തകർത്ത് കളയുന്നതാണ്. യുക്തിയില്ല ഇതിനകത്ത്. പദാർത്ഥത്തിൽ നിന്നാണ് ജീവൻ ഉണ്ടായത്, പദാർത്ഥമാണ് എല്ലാം എന്നൊക്കെ പറയുമ്പോൾ ഈ മണ്ണാണ് എല്ലാം എന്ന് പറയുന്ന യുക്തിയില്ല. അപ്പൊ അവരും ഒരു വിശ്വാസത്തിലാണ്, പക്ഷെ ആ വിശ്വാസം പൊള്ളയായ വിശ്വാസം, തെളിവില്ലാത്ത വിശ്വാസം. ഇനി നമ്മൾ അടുത്ത പഠനത്തിൽ നമ്മൾ ചുരുക്കം ഇതിൻ്റെ ഒരു ബാക്കി ഭാഗം കൂടെയുണ്ട്. ഈ അവിശ്വാസത്തിലും നിരീശ്വരവാദത്തിലും നാസ്തികത്വത്തിലും കിടന്ന് നിരാശപ്പെട്ട പല മനുഷ്യരുണ്ട്. ലോകത്തിലെ പ്രസിദ്ധരായ മനുഷ്യരാണ്. ഈ നിരീശ്വരവാദത്തെ പ്രചരിപ്പിക്കാനായിട്ട്, നാസ്തികത്വത്തെ പ്രചരിപ്പിക്കാനായിട്ട്, ദൈവമില്ലെന്നുള്ള വിഷയം പ്രചരിപ്പിക്കാനായിട്ട് ജീവിച്ച പലരും അവസാനം മരണത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അവർ നിലവിളിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഞാനെൻ്റെ ജീവിതം പാഴാക്കി, എൻ്റെ ജീവിതം എൻ്റെ മുമ്പിൽ ഇരുട്ട് മാത്രം, എനിക്കൊന്നും ഇപ്പോൾ കാണാനില്ല, ഇത്ര നാൾ ഞാൻ നടന്നത് പൊള്ളയാണ്, എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇരുട്ട് മാത്രം എന്ന് പറയുന്ന ഗതിയിലെത്തിയ അനേകരുണ്ട്. അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം പറയാം. ഇപ്പോൾ തുടരാം ഈ പഠനത്തിൽ തിന്മയും കഷ്ടതയും ദുഃഖവും ദുരന്തങ്ങളും വേദനകളും, ഇതൊന്നും ദൈവം ഇല്ലെന്നുള്ളതിന് തെളിവില്ല, ദൈവം ഉണ്ട് എന്നുള്ളതിന് തെളിവാണ്. കാരണം അതിൻ്റെ നടുവിൽ ദൈവം ചിലരെ ആശ്വസിപ്പിക്കുന്നു, ദൈവം കൈനീട്ടി സഹായിക്കുന്നു. മറുവശത്ത് ചിലർ നശിക്കുന്നു, തകരുന്നു. ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളുമുണ്ട്. എങ്ങനെ വന്നു ഇതെല്ലാം? പ്രളയം എങ്ങനെയുണ്ടായി? മനുഷ്യൻ്റെ പാപം. സൊദോം ഗൊമോറയുടെ മേൽ എങ്ങനെ തീയിറങ്ങി? അവിടുത്തെ ദുഷ്ടത. മനുഷ്യൻ്റെ പാപമാണ് ഭൂമി ഇപ്രകാരം എത്തിയത്. ആ ഭൂമിയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. എന്നിട്ട് ദൈവം മനുഷ്യനെ കൈവിടുന്നില്ല, ദൈവം മനുഷ്യൻ്റെ കാര്യത്തിൽ ഇടപെടാതെ മാറിപ്പോയിട്ടില്ല. വിളിക്കുമ്പോൾ അവൻ അടുത്തുണ്ട്, കഷ്ടകാലത്ത് തക്ക തുണയായി കൂടെയുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം ഈ പഠനത്തിൽ. ദൈവമുണ്ട്, അടിവരയിട്ട് അത് ഉറപ്പിക്കപ്പെടട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കും.